ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ പറയാൻ പോകുന്ന പുതിയ വിഷയം പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ആണ്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വേണ്ട നമ്മുടെ സമൂഹത്തിൽ യുവാക്കൾക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന യുവാക്കൾക്കും യുവതികൾക്കും ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യമാണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്. വളരെ കാലമായിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഇതുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അതിന് പിന്താങ്ങിയെന്ന പോലെ എല്ലാ കമ്മ്യൂണിറ്റികളിലും ഇപ്പോൾ ഇതുണ്ട്. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഡിവോഴ്സുകൾ ഒരുപാടുണ്ട്. ഡിവോഴ്സ് ഇങ്ങനെ അധികരിച്ച് വരുന്നത് നിസ്സാരമായ രീതിയിലാണ് ഡിവോഴ്സുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾക്കും എന്തെങ്കിലും പ്രശ്നം വന്നത് പരിഹരിക്കാതെ നേരെ ഡിവോഴ്സിലേക്ക് പോകുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ് പെൺകുട്ടികൾക്ക് വിവാഹം വേണ്ട. ആൺകുട്ടികൾക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാൻ പെൺകുട്ടികൾ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം, അതിൻ്റെ കാരണങ്ങളെല്ലാം നമ്മൾ അറിയണമല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഒരു കുടുംബത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം, ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി എങ്ങനെ നമുക്ക് തരണം ചെയ്യാം, സന്തോഷത്തോടെ മുന്നോട്ട് പോകാം, എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഓരോ പാർട്ടായിട്ട് വൺ ബൈ വൺ ആയിട്ടുള്ള ഓരോ പാർട്ടായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പറഞ്ഞാൽ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ആണ്. നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ ഒരുപാട് സാഹചര്യമുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ കുറേ കാലങ്ങൾക്ക് കോവിഡിന് മുമ്പ് നമുക്ക് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ അഡ്മിഷൻ എടുത്താൽ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതല്ല. ഇപ്പോൾ നമുക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ഓൺലൈൻ സർവീസ് ഉണ്ട്, ഓൺലൈൻ ആയിട്ട് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം പഠിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ സാഹചര്യങ്ങളൊന്നും നമ്മൾ നല്ല രീതിയിലേക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ എടുക്കണില്ല. ചില കാര്യങ്ങളെല്ലാം നമ്മളത് നെഗറ്റീവായിട്ടാണ് പലതും നമ്മൾ കാണുന്നത്. അപ്പം നമ്മുടെ ഇടയിൽ നെഗറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ നമ്മളറിയാതെ തന്നെ വന്നു പോകും. നമ്മളത് ശ്രദ്ധിക്കണില്ല. ഇപ്പോൾ നമ്മുടെ എല്ലാ മതവിഭാഗത്തിലുള്ള ഏറ്റവും പവിത്രമായിട്ടുള്ളൊരു കാര്യമാണ് വിവാഹം എന്നുള്ളത്. ഏത് മതം എടുത്തോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ഏത് മതവിഭാഗത്തിലും വിവാഹത്തിനൊരു പവിത്രതയുണ്ട്. പക്ഷേ കാലാന്തരത്തിൽ അത് വിവാഹ സങ്കല്പങ്ങളൊക്കെ മാറി. ഇപ്പോൾ വിവാഹം വേണ്ട, ലിവിങ് ടുഗദർ മതി എന്നുള്ള ചിന്തകളാണ് കുട്ടികളിലേക്ക് വന്നേക്കുന്നത്. കാരണം അവർക്ക് റിസ്ക് എടുക്കാൻ വയ്യ, പ്രസവിക്കാൻ വയ്യ, കുടുംബഭാരങ്ങൾ എടുക്കാൻ വയ്യ. ലിവിങ് ടുഗദർ ആണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് സെപ്പറേറ്റ് ആവും, നോ പ്രോബ്ലം. പിന്നെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസവും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ കാലിൽ നിൽക്കാറായി. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, പിന്നെ യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതികളെല്ലാം പൊതുവേ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ആയപ്പോൾ പിള്ളേർക്ക് ഒരു ഇതായി, ഞങ്ങൾ നോക്കാൻ അറിയാം. അപ്പോൾ കല്യാണം കഴിച്ച് വേറെ വീട്ടിൽ പോയി അടുക്കളയിൽ പോയി പെരുമാറേണ്ട ആൾക്കാരല്ല ഞങ്ങൾ, മറ്റേ കുടുംബം നോക്കേണ്ട ആൾക്കാരല്ല, ഞങ്ങളുടേതായ രീതികളുണ്ട് എന്നുള്ള ചിന്തകൾ പിള്ളേരുടെ ഇടയിൽ വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അത് നല്ല പ്രവണതയായിട്ട് തോന്നണില്ല. കാരണം എല്ലാ സാഹചര്യങ്ങളും നല്ല പവിത്രമായ ഒരു കാര്യമായിട്ടാണ് വിവാഹത്തെ നമ്മൾ കാണുന്നത്. ഐ എന്നുള്ള പൊതുവായ തത്വത്തിൽ നിന്ന് വിയിലേക്ക് നമ്മൾ മാറണം. വി ആകുമ്പോൾ നമുക്കവിടെ സന്തോഷം വേണമെങ്കിൽ നമ്മൾ വി ആയിട്ട് നിന്നിട്ട് വേണം നമ്മൾ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകാനായിട്ട്. എല്ലാ കാര്യത്തിലും ഫിനാൻഷ്യലിയും ഫാമിലിയും സെക്ഷലിയും സോഷ്യലി എല്ലാ കാര്യം നമ്മൾ വി ആയിട്ട് മാറണം. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സന്തോഷം, ആ വിയിലാവുമ്പോൾ സന്തോഷം ഒരുപാട് നമുക്ക് കിട്ടാനുണ്ട്. അത് ചിന്തിക്കാനോ അതിൻ്റെ അപ്പുറത്തെ സാഹചര്യങ്ങൾ ഒരുക്കാനും നമ്മുടെ യുവാക്കൾ തയ്യാറല്ല. അവർക്ക് വിവാഹിതരമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ റിസ്ക് എടുക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് ഈ ബുദ്ധിമുട്ടുകളെല്ലാം അവർ വരുന്നത്. അവർക്ക് കുടുംബജീവിതത്തെക്കുറിച്ചോ സെക്ഷൽ ലൈഫിനെ കുറിച്ചോ വലിയ ചിന്തകളൊന്നും അവർക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാരമായിട്ടാണ് അവർ കാണുന്നത്. സെക്ഷൽ ലൈഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഗൂഗിളിൽ കണ്ട് ഒരു പോൺ വീഡിയോസാണ് സെക്ഷൽ ലൈഫ്. അത് കണ്ടുകൊണ്ട് അതാണ് ഉപയോഗിക്കേണ്ടെന്നുള്ള രീതിയിലാണ് കുടുംബജീവിതത്തിലേക്ക് പോകുന്നത്. പക്ഷേ അത് അവിടെ സക്സസ് ആവാതെ വരുമ്പോൾ അവിടെ ക്ലാഷുകൾ വരും. ഇങ്ങനെയല്ല, അത് ആ പോൺ വീഡിയോ കണ്ട പോലെ നമുക്ക് സാഹചര്യത്തിലേക്ക് ഒത്തു വന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ പ്രശ്നങ്ങളായി, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷായി, നീ ചെയ്ത് ശരിയല്ല, അവർ ചെയ്ത് ശരിയല്ല, അങ്ങനെയൊക്കെ പറച്ചിലാവുമ്പോൾ പിന്നെ അവിടെ നീ പറ്റില്ലെങ്കിൽ ഡിവോഴ്സ്, നമുക്ക് പിരിയാം. കാരണം ഡിവോഴ്സ് എന്നുള്ളത് സാധാരണ രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും കൊണ്ടു നടക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ പോകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കണം. എന്താണ് കുടുംബജീവിതം, എന്താണ് സെക്ഷൽ ലൈഫ്, എന്താണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, ആ ഒരു വി എന്നുള്ള സാഹചര്യത്തിൽ നമുക്ക് സന്തോഷപ്രദമായ രീതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കുട്ടികൾക്ക് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു ക്ലാസ് പോലെ നമ്മൾ കുട്ടികൾക്ക് എടുത്തു കൊടുക്കണം. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എടുക്കുമ്പോൾ ഒരു 6 സെക്ഷനുണ്ട്. 6 സെക്ഷനിൽ അവരുടെ മതാടിസ്ഥാനത്തിലുള്ളത്, അവരുടെ ഡ്യൂട്ടീസ്, അനാട്ടമി, പിന്നെ മ്യൂച്വലായിട്ടുള്ള കൗൺസിലിംഗ്, ഇതെല്ലാം നമ്മൾ ഇവർക്ക് കൊടുത്ത് ഒരു ജീവിത സാഹചര്യം, ഒരു കുടുംബജീവിതം, സെക്ഷലി ഫിനാൻഷ്യലി
പാരൻറ്റിങ് എല്ലാം ഉൾപ്പെടുത്തി എങ്ങനെ ഇവർ മുന്നോട്ട് സന്തോഷത്തോടെ IB എന്നുള്ളതാക്കി എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. അതൊരു പരിധി വരെ നമുക്ക് കുട്ടികളെ ഈ ഡിവോഴ്സിൽ നിന്നും കുടുംബജീവിതത്തിലേക്കും വേണ്ട എന്നുള്ള ചിന്താഗതി നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഈ സാഹചര്യം നമ്മൾ മുൻകൂട്ടി കണ്ട് ഇത് ഇറങ്ങിയില്ലെങ്കിൽ വൻ ദുരന്തത്തിലേക്കായിരിക്കും നമ്മുടെ കുടുംബങ്ങൾ പോകാൻ പോകുന്നത് അങ്ങനെയായിരിക്കുള്ളൂ. കാരണം വരും സമയങ്ങളിൽ പിള്ളേർക്ക് അതിനുള്ള ഒരു മാനസികാവസ്ഥയല്ല. സാധാരണ ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന കൗൺസിലിങ്ങിലും പലതും ഞാൻ കണ്ടെടുത്തോളം കല്യാണം വേണ്ട, ഞങ്ങൾക്ക് കല്യാണം കഴിക്കാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പാടില്ലേ, കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം, നമ്മുടെ കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യവും നമ്മുടെ നാടിൻ്റെതായ ഒരു കൾച്ചറും കാര്യങ്ങളെല്ലാം നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യം എന്താണ്, അതെങ്ങനെയാണ് കുടുംബ സാഹചര്യങ്ങൾ. പണ്ട് കാലങ്ങളിൽ കൂട്ടുകുടുംബമായതുകൊണ്ട് പലതും നമ്മൾ കണ്ടും കേട്ടും പഠിക്കും. പക്ഷെ ഇപ്പോൾ ആ സാഹചര്യങ്ങളില്ല. എല്ലാവരും ഒരു ചെറിയ ചെറിയ ഫാമിലിയിലാണ് എല്ലാവരും മുന്നോട്ട് പോണേ. അതുകൊണ്ട് ആ സാഹചര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കാതെ കുടുംബജീവിതത്തിലേക്ക് പോകുമ്പോൾ പ്രശ്നങ്ങൾ സാധാരണയായിട്ട് അവിടെ വരും. അപ്പം നമുക്ക് ഇതൊക്കെ ഓരോ വിഷയങ്ങളെക്കുറിച്ച് ഓരോ വിഭാഗത്തെക്കുറിച്ചും എല്ലാം ഓരോ പാർട്ടായിട്ട് നമുക്ക് അടുത്തടുത്ത പാർട്ടുകളിലൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സഹകരണവും സപ്പോർട്ടും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. അടുത്ത പാർട്ടിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. താങ്ക് യു വെരി മച്ച്.